പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കടബാധ്യത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്, ഇൻഷാ അല്ലാഹ്. ഇസ്ലാം കടം വാങ്ങുന്നതിനെ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല. എന്നാൽ കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുന്നതിനെ വളരെ ഗൗരവകരമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവെ, പാപങ്ങളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? കടം ഒരു മനുഷ്യന്റെ മനസ്സമാധാനത്തെ കെടുത്തിക്കളയും. അത് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുമ്പോൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കുകയും വാക്ക് പറഞ്ഞിട്ട് നമ്മൾ വാക്ക് തെറ്റിക്കുക, അതായത് അസത്യത്തിലേക്ക് നമ്മളെ വാക്കുകളെ എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് റസൂൽ അതിനെ ഭയപ്പെട്ടത്. നമുക്കറിയാം, ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത്, ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ആയത്ത് തന്നെ സംസാരിച്ചത് കടബാധ്യതയെക്കുറിച്ചാണ്. നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്ന നിയത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മളത് ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങുവാൻ. അങ്ങനെ നമ്മളൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിച്ചാൽ അത് അതിന്റെ സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. അഥവാ തിരിച്ചു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നേരിട്ടാൽ നമ്മൾ അത് അദ്ദേഹത്തെ ആദ്യം തന്നെ അറിയിക്കുകയും ചെയ്യണം, ഇങ്ങനെ ഒരു പ്രയാസം എനിക്കുണ്ട് എന്നത്. അതേപോലെ കൊടുക്കുന്നവൻ ഒരു സാക്ഷിയെ നിർത്തിക്കൊണ്ട് വേണം, രണ്ടു പേർക്കും തുല്യരമായ ഒരു സാക്ഷിയെ നിർത്തിക്കൊണ്ട് വേണം കടം കൊടുക്കുവാൻ. അഥവാ ഈ വാങ്ങിച്ച വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടത് തിരിച്ചു അവർക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇളവ് കൊടുക്കുക, അവർക്ക് ഇടം കൊടുക്കുക എന്നതും ഇസ്ലാം പരാമർശിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കടബാധ്യതയുടെ ഗൗരവത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കടം കൊടുത്തവനോട് കരുണയും ക്ഷമയും നിങ്ങൾ കാണിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പം അവിടെ നോക്കിയാട്ടെ, രണ്ടു പേർക്കും അള്ളാഹു വളരെ ഇളവുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് കടം വാങ്ങുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കടം വാങ്ങുകയും ചെയ്യുക. അങ്ങനെ വാങ്ങിയാൽ തന്നെ അത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുകയും ചെയ്യുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കടം കൊണ്ട് വലഞ്ഞ് പള്ളിയിലിരുന്ന് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് റസൂൽ ഒരു ദുആ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്ൻ. അല്ലാഹുവേ, ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, കടബാധ്യതയിൽ നിന്നും മനുഷ്യരുടെ ബലപ്രയോഗത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. ദാരിദ്ര്യത്തിൽ നിന്ന് ഭീരുത്വത്തിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ തേടണം. അതിൽ കടം വർദ്ധിച്ചു വരുന്നതിനെ കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണമെന്നാണ് ഈ ഒരു ആയത്ത് നമ്മളെ ദുആ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഇസ്ലാം നിഷ്കർഷിച്ചതുപോലെ കടം വാങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം കടം വാങ്ങിക്കൊണ്ട് അത് തിരിച്ചു നൽകാനുള്ള മനസ്സും ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത്രയും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.